അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളിൽ ചിലർക്കെങ്കിലുമുള്ള സംശയമാണ് ഈ ഗർഭം ധരിക്കുന്നതിനെ താൽക്കാലികമായി തടയുന്നതും, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾക്ക് വേണ്ടി തടയാം, അല്ലെങ്കിൽ അത് താൽക്കാലികമായി തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നുള്ളതൊക്കെ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയമുള്ള വിഷയമാണ് എന്ന് ഈയിടെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഗർഭം താൽക്കാലികമായി തടയുന്നതിന് വേണ്ടി സഹാബത്ത് എന്താണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതുപോലത്തെ മാർഗം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. അപ്പൊ ഇത് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. സഹാബത്തിന്റെ ഇടയിൽ ചെയ്തിരുന്ന, അല്ലെങ്കിൽ സഹാബത്ത് ചെയ്തിരുന്ന കാര്യമാണ് അസിൽ, അഥവാ നമ്മൾ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയും. നമ്മൾ സ്ഖലനം നടക്കുന്നതിന് തൊട്ട് മുൻപായി പുരുഷൻ തന്റെ ലൈംഗിക അവയവം സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിനെയാണ് അസിൽ എന്ന് നമ്മൾ പറയാം. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് ഇംഗ്ലീഷിൽ ടേം പറയും. അപ്പൊ ഈ ഒരു കാര്യം സഹാബത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ സഹാബത്ത് ചെയ്തിരുന്ന കാര്യമായിരുന്നു എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ അസിൽ ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ. അന്ന് ഖുർആൻ ഇറങ്ങുന്ന സമയമായിരുന്നു. റസൂലുള്ളാഹി അതിനെ നിഷേധിച്ചില്ല, അല്ലെങ്കിൽ വിരോധിച്ചില്ല എന്ന് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും വന്നതാണ്, മുത്തഫഖ് അലൈഹി അത് ഹദീസാണ്. അപ്പോ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ സഹാബത്ത് ഓപ്പൺ ആയിട്ട് ഒരു കാര്യം ചെയ്യുകയും ആ ചെയ്യുന്ന സമയത്ത് തന്നെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്താണ്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിരോധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വിധി ഓട്ടോമാറ്റിക്കലി ഹലാലാവും, അഥവാ അതിന് ഇഖ്റാർ ഉണ്ട്, അപ്രൂവൽ ഉണ്ട് എന്നതാണ് ഫിഖ്ഹിലെ ഒരു അസ്ൽ എന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, റസൂൽ വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഇത് അള്ളാഹു നിങ്ങൾക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അതിനെ തടയാൻ ഇതുകൊണ്ട് സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. അത് മറ്റൊരു ഹദീസാണ്. അപ്പൊ എന്തായാലും ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിലും പറയുന്നുണ്ട്, ഞങ്ങൾ അസ്ൽ ചെയ്യുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെപ്പറ്റി അറിയുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ഒരു ഹദീസിൽ നിന്ന് ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും ഭൂരിപക്ഷം മദാഹിബുകളും പറഞ്ഞത് ഭാര്യയുടെ സമ്മതത്തോട് കൂടിയിട്ട് നമുക്ക് അസ്ൽ ചെയ്യുന്ന, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത് കുറ്റമല്ല. അപ്പൊ എന്തിനാ ഭാര്യയുടെ സമ്മതം വാങ്ങുന്നത്? സെക്ഷുവൽ റൈറ്റ് അഥവാ ലൈംഗിക അവകാശം ഭാര്യക്കുണ്ട്. മാത്രമല്ല ചിൽഡ്രൻസ് റൈറ്റ്, കുട്ടി ഉണ്ടാവാനുള്ള, കുഞ്ഞ് ജനിക്കാനുള്ള അവകാശവും ഭാര്യക്കുണ്ട്. അപ്പൊ ഭാര്യയുടെ സമ്മതത്തോടു കൂടി ആയിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഇത് താൽക്കാലികമായി ഗർഭം തടയുന്നതിന്റെ ഒരു മാർഗമാണല്ലോ. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാരടക്കം ഇത് ഖിയാസാക്കിക്കൊണ്ട് ടെമ്പററി ആയിട്ട്, അഥവാ താൽക്കാലികമായി നമുക്ക് ഗർഭം തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. അതിൽ കോണ്ടം ഉൾപ്പെടും, ഈ പറയുന്ന കോപ്പർ ട്യൂബ് ഉൾപ്പെടും. അങ്ങനത്തെ താൽക്കാലികമായി ഗർഭം തടയുന്ന കാര്യങ്ങൾ ഇതിനെ ഖിയാസാക്കിക്കൊണ്ട് എല്ലാം അനുവദനീയമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണങ്ങൾ എന്തായിരിക്കണം? കാരണങ്ങൾ പലതും ആവാം. ഹെൽത്ത് ആവാം, ആരോഗ്യപരമായ കാരണങ്ങളാവാം, കുട്ടിയെ വളർത്തുന്നുണ്ടാവുന്ന സാങ്കേതിക തടസ്സം, അല്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങളും അതിന് പറ്റിയ നല്ലൊരു സാഹചര്യം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കാരണങ്ങൾ ഇതിലെല്ലാം ഉൾപ്പെടും. എന്നാൽ ഒരു കാരണം, അല്ലെങ്കിൽ ഗർഭം തടയുന്നതിന് ഒരു കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അനുവദിക്കപ്പെട്ടതല്ല എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെ കുട്ടിക്ക് ചെലവിന് കൊടുക്കും, ഞാൻ സാമ്പത്തികമായി പ്രയാസത്തിലാണ്, കുട്ടിക്ക് ചെലവിന് കൊടുക്കാൻ എനിക്ക് മാർഗമില്ല എന്ന കാരണം കൊണ്ട് മാത്രമേ കുട്ടിയെ ഗർഭം തടയുന്നതിന് നിഷിദ്ധമായിട്ടുള്ളൂ, അഥവാ ആ കാരണം വാലിഡ് അല്ല. മറ്റ് ഏത് കാരണവും ഗർഭത്തെ താൽക്കാലികമായി തടയുന്നതിന് ഇസ്ലാമിൽ യാതൊരുവിധ തടസ്സവുമില്ല. ഇനി ഈ താൽക്കാലികമായി സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് എങ്ങനെ ചെലവ് കൊടുക്കും എന്നതിന്റെ പേരിൽ നമ്മൾ ഗർഭം തടയാൻ പാടില്ല എന്നതിന് എന്താണ് കാരണം? നമ്മളല്ല കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ഓരോ പക്ഷിക്കും അടക്കം റിസ്ക് നൽകുന്നത് അള്ളാഹു ആണ്. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് എന്തോ നമ്മളെ കഴിവിൽ നിന്ന് നമ്മൾ സമ്പാദിച്ചിട്ടാണ് അവർക്ക് ചെലവിന് കൊടുക്കുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. ഇനി ഇതിന് വിഭിന്നമായ അഭിപ്രായം പറഞ്ഞൊരു പണ്ഡിതൻ കൂടി ഷെയ്ഖ് ഖർദാവി. അപ്പൊ ഷെയ്ഖ് ഖർദാവിന്റെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മള് ദാരിദ്ര്യത്തെ ഭയന്നിട്ട് നമ്മൾ കുട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന ആയത്തുകൾ ഉണ്ടല്ലോ, എന്നൊക്കെ പറയുന്ന വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ, ആ ആയത്തുകളെ ഉദ്ധരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ആയത്തുകളെ തെളിവാക്കിയിട്ടാണ് സാമ്പത്തിക പ്രയാസത്തെ ഭയന്നുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന കാരണം നമ്മൾ എന്നത് നിഷിദ്ധമാവുന്നത്. എങ്കിൽ ഷെയ്ഖ് ഖർദാവി പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ കുട്ടി ജനിച്ചതിന് ശേഷമാണ് കുട്ടിയെ കൊല്ലുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് സാമ്പത്തികം പേടിച്ചുകൊണ്ട് ആദ്യമേ കുട്ടി ഉണ്ടാവാതിരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയുന്നത്, രണ്ടും രണ്ടാണ് എന്ന ഒരു ഭിന്നമായ അഭിപ്രായം
ഷെയ്ഖ് ഖർദാവിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറലി നമുക്ക് താൽക്കാലികമായ കാരണങ്ങൾ കൊണ്ട് അതിന് വേണ്ട താൽക്കാലികമായ മെത്തേഡുകൾ സ്വീകരിക്കുന്നത് തെറ്റില്ല. ഇനി പെർമനന്റ് ആയ മെത്തേഡുകളുണ്ട്, വെസക്ടമി, ട്യൂബെക്ടമി എന്നൊക്കെ പറയുന്ന പെർമനന്റ് ആയി ഇനി കുട്ടി ജനിക്കാൻ പാടില്ല എന്ന് തീർത്തും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇതുപോലെ പെർമനന്റ് ആയിട്ടുള്ള മെത്തേഡ് സ്വീകരിക്കാൻ പാടുള്ളൂ. അതല്ലാതെ കുട്ടി ഉണ്ടാവരുത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പെർമനന്റ് ആയ മെത്തേഡ് സ്വീകരിക്കാൻ ഒരു കാരണവശാലും പാടില്ല എന്നുകൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.